ഹായ്, വെൽക്കം ടു കൂട്ടിയ കൂടുന്നത്. നല്ല ക്വിക്ക് ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി മട്ടൻ കറിയാണ്. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, ജീരകം, ചുവന്ന മുളക്, മല്ലി, ബേ ലീഫ്. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത് ഒരു പാനിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരൊറ്റ മസാലയാണ് നമ്മുടെ ഈ കറിയിലെ മൊത്തം മസാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്ലാതെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒറ്റ മസാല മതി നമുക്ക് ഏതൊരു നോൺ വെജ് ഐറ്റത്തിനെയും അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കാം. സോ ഇതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ശേഷം ഒരു കുക്കറിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ, 2 മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ശേഷം ഒരു വലിയ പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ലേസി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടയർഡ് ആകുമ്പോൾ എഫേർട്ട്ലെസ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇപ്പോൾ ഉള്ളി തക്കാളി എല്ലാം നല്ലപോലെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല 2 ടേബിൾ സ്പൂൺ ആ മസാല പൗഡർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നല്ലൊരു പേസ്റ്റാക്കി മാറ്റുക. ഇതുപോലെ നമ്മുടെ മസാല പേസ്റ്റ് എല്ലാം റെഡിയായി ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് മട്ടനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. ഇനി നമ്മുടെ ഈ മട്ടനും മസാലയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ഹീറ്റ് ആവണം. ഇതെല്ലാം ഹീറ്റായി സെറ്റ് ആവുന്ന സമയത്ത് ഇനി കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ തന്നെ ഇനി മട്ടൻ്റെ എസൻസും വെള്ളവും എല്ലാം നമ്മളിനി കുക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ ഇറങ്ങും. സോ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി പ്രഷർ കുക്ക് ചെയ്യാം. ഞാനെടുത്ത ഈ മട്ടന് 15 വിസിൽ വേണ്ടി വന്നു ഒന്ന് കുക്കാവാൻ. നല്ല മട്ടൻ്റെയും സ്പൈസസിൻ്റെയും മണം, അടിപൊളി. കണ്ടോ, ആ മട്ടൻ്റെ എസൻസും ഫാറ്റും എല്ലാം ഗ്രേവിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചെറിയ തീയിലൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്ത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ കൊണ്ടുവരാം. ശേഷം അതിലേക്ക് നല്ല കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തെല്ലാം ഇട്ട് നമ്മുടെ കറി ഒന്ന് ഉഷാറാക്കിയെടുക്കുക. നമ്മുടെ അടിപൊളി മട്ടൻ കറി റെഡി. എന്നാൽ ഞങ്ങൾ പോയി കഴിക്കട്ടെ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടി.